most of the people do not grow from good to great. Have you ever thought about this? എന്തുകൊണ്ടാണ് പല ആളുകളും ഗുഡ് എന്ന അവസ്ഥയിൽ നിന്നും ഗ്രേറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറാത്തത്? നല്ലത് എന്നിൽ നിന്നും മഹത്തരമായതിലേക്കുള്ള പരിവർത്തനം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇതിൻ്റെ ഉത്തരം തേടുമ്പോൾ സെൽഫ് റൈറ്റസ്നെസ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. അതായത് ഞാൻ മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് അറിയാത്തതായി ഒന്നുമല്ല, എൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി, മറ്റുള്ളവർക്ക് ഒന്നും തന്നെ അറിയില്ല, ഇനി എനിക്ക് അറിയാനായി ഈ ലോകത്തൊന്നും ബാക്കിയില്ല. ഈ രൂപത്തിലുള്ള മനോഭാവമാണ് സെൽഫ് റൈറ്റസ്നെസ്. ഈ മനോഭാവത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഗുഡ് എന്ന അവസ്ഥയിൽ നിന്നും ഗ്രേറ്റ് എന്ന അവസ്ഥയിലേക്ക് ഉയരാനാകില്ല. ഇതിന് വേണ്ടത് ഒരല്പം വിനയമാണ്. വിനയമുള്ളിടത്തെ വിജ്ഞാനമുണ്ടാകൂ. ഒരു ചെറിയ കഥയിലൂടെ ഞാനിത് വ്യക്തമാക്കാം. ഒരിക്കൽ ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് വലിയ ഒരു ചക്രവർത്തി എത്തി. ഈ ചക്രവർത്തി ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ വന്നത് ഒരല്പം ഉപദേശങ്ങൾ തേടിയാണ്, എന്നെ ഉപദേശിച്ചാലും. ഈ സമയത്ത് ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളവും 2 ഗ്ലാസുകളും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ ഇതുമായി എത്തി. അതിനുശേഷം ഗുരു രാജാവിൻ്റെ ഈ ചക്രവർത്തിയുടെ ഗ്ലാസ്സിലേക്ക് പാനീയം ഒഴിച്ചു കൊടുത്തു. ഗ്ലാസ് നിറഞ്ഞു തുളുമ്പിയിട്ടും ഗുരു ഒഴിക്കൽ നിർത്തിയില്ല. ഗ്ലാസ് നിറഞ്ഞു തുളുമ്പി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇതുകൊണ്ട് ചക്രവർത്തിക്ക് ദേഷ്യം ഇരച്ചു കയറി. ചക്രവർത്തി ചോദിച്ചു, ഗുരു, താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? ഗ്ലാസ് നിറഞ്ഞത് താങ്കൾ കാണുന്നില്ല എന്നുണ്ടോ? അപ്പോൾ ഈ സെൻഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രിയപ്പെട്ട ചക്രവർത്തി, നിറഞ്ഞ പാത്രത്തിലേക്ക് പിന്നീട് എനിക്കൊന്നും പകരാനാകില്ല എന്ന് താങ്കൾക്ക് വ്യക്തമായല്ലോ. എങ്കിൽ എനിക്കെല്ലാം അറിയാം എന്ന മനസ്സുമായി വന്ന ഒരാൾക്ക് നൽകാനായി എൻ്റെ പക്കൽ ഉപദേശങ്ങളൊന്നും തന്നെയില്ല, എൻ്റെ പക്കൽ ഒരു വിജ്ഞാനവുമില്ല. ആദ്യം വിനയമുണ്ടാവട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളുടെ മനസ്സ് പൂർണ്ണമാണ് എന്ന വിചാരമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു വിജ്ഞാനവും എനിക്ക് നിങ്ങൾക്ക് തരാനാകില്ല. അതുകൊണ്ട് വിനയത്തോടെ വരൂ. എനിക്ക് അറിയാനായി ഇനിയും ഒരുപാട് ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കൂ. എങ്കിൽ നൽകാനായി ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു മഹാനായ ചക്രവർത്തിയാകാൻ പറ്റുകയും ചെയ്യും. ഈ കഥയിൽ നിന്നും നമുക്കേറെ പഠിക്കാനുണ്ട് അല്ലേ? നമുക്കും ഉയരങ്ങളിലേക്ക് പറക്കണ്ടേ? വിശാലമായ വിഹായസിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുമായി ഉന്നതങ്ങളിൽ പാറിപ്പറക്കാൻ നമുക്ക് ദൈവം തുണയേകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. വൺസ് അഗെയിൻ ഐ റിമൈൻഡ് യു, ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദി ബെസ്റ്റ്. നല്ലത് എന്നത് മഹത്തരമായതിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് എപ്പോഴും ടേക്ക് വൺ സ്റ്റെപ്പ് അഹെഡ്. ഓൾവേസ് ട്രൈ ടു ഗെറ്റ് വൺ സ്റ്റെപ്പ് ഹയർ. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങൾക്കറിയാം, പ്രശസ്തനായ ഇംഗ്ലീഷ് കവി ലോങ്ഫെല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് were not attained by a sudden flight, but they were toiling in the night when their companions slept. മഹാന്മാർ എത്തിച്ചേർന്ന ഉന്നതങ്ങൾ ഒന്നും തന്നെ അവർ ഒരു രാത്രിയിൽ പെട്ടെന്ന് എത്തിപ്പിടിച്ചതല്ല, മറിച്ച് അവരുടെ സുഹൃത്തുക്കൾ ഉറങ്ങിയപ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ നേട്ടങ്ങൾ നേടിയെടുത്തത്. അതുകൊണ്ട് പ്ലീസ് ബി റെഡി ടു ഡു ഹാർഡ് വർക്ക്. ദെൻ ഐ ക്യാൻ ഗ്യാരണ്ടി യു സക്സസ്. സോ try hard and win the best. Wish you all the best. This is Munir Ramayur signing off. Jai Hind.